ഇന്ന് പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും KSRTCയെ കുറിച്ചുള്ള ഒരു സങ്കടകരമായ വാർത്ത. കാരണം 22,200 ബസ് കണ്ടം ചെയ്യാൻ പോകുന്നു, ബസ്സില്ലാത്ത അവസ്ഥ വരുന്നു എന്നൊക്കെ വാർത്തയുണ്ട്. പക്ഷേ നമ്മൾ KSRTCയുടെ ഒരു പോസിറ്റീവ് ശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ആയിട്ടൊരു ഒരു ടൂർ പാക്കേജ് തുടങ്ങിയിരിക്കുകയാണ്. സംഭവം കൊള്ളാം. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS വോളണ്ടിയേഴ്സ് ആണ് നമ്മളിപ്പോൾ പൈതൽമല വന്നിട്ടുള്ളത്. പ്രകൃതി പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പൈതൽമല എത്തിയിട്ടുള്ളത്. നമ്മൾ പൈതൽമല വന്നത് KSRTC ബസ്സിലാണ്. പൊതുവെ KSRTC ബസ്സിൽ നിന്നെല്ലാം വരുമ്പോൾ എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വെറുതെ സീറ്റിലിരുന്ന് നമ്മളിങ്ങനെ ബോറടിച്ച് എടുത്തവരെ വരും, അങ്ങനെയൊക്കെ എല്ലാവരും വിചാരിക്കല്. പക്ഷെ നമ്മൾ നല്ല വൈബോടുള്ള പാട്ടെല്ലാം വെച്ച് പാട്ട് പാടിയും ഡാൻസ് കളിച്ചും ടീച്ചേഴ്സ് ആയാലും KSRTCന്റെ ജീവനക്കാരായാലും എല്ലാവരും നല്ല അടിപൊളി ഡാൻസ് എല്ലാം കളിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മളെ KSRTC ജീവനക്കാരൻ തൻസീർ സാറും രാജാട്ടും നമ്മളെ പൊന്നു മക്കളെ പോലെ നോക്കി തന്നെ എടുത്തം വരെ കൊണ്ടുവന്നത്. 3 നേരത്തെ ഫുഡും ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് കിട്ടിയത്. കണ്ടോ, എങ്ങനെയായിരുന്നു യാത്ര എന്നൊക്കെ ആ മിടിക്ക് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഫെലിക്സെ, കുട്ടികൾ വളരെ ആസ്വദിച്ചു എന്ന് സംസാരത്തിൽ അറിയാം. ഇത് ആദ്യ ശ്രമമാണോ? എങ്ങനെയൊക്കെയാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ KSRTC ശ്രമിക്കുന്നത്? ഇത് ക്ലിക്കാവട്ടെ അല്ലേ? തീർച്ചയായിട്ടും നിമിഷ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി KSRTC നേരിടുമ്പോൾ ഇത്തരം ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ഇതൊക്കെയാണ്, ഇത്തരം സർവീസുകളൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുക, അവർക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അത് KSRTCയുടെ വരുമാനത്തെ കൂടുതൽ ആക്കി തീർക്കുക എന്നതാണ്. ഏതായാലും ഇത് കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്, അവർ NSS വോളണ്ടിയേഴ്സ് ആണ്, അവർക്കാണ് ഇങ്ങനെയൊരു അവസരം കിട്ടിയത്. ഇതൊരു പുതിയ പദ്ധതിയാണ്. നേരത്തെ ബജറ്റ് ടൂറിസം KSRTC നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കോളേജ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ടൂറിസം പദ്ധതി, അതിൻ്റെ ഭാഗമായി സർവീസുകളാണ്. അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ പൈതൽമലയിലും ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലും അവിടേക്കൊക്കെ ഈ കുട്ടികളെ ഈ KSRTC ബസ്സിൽ കൊണ്ടുപോവുകയും വലിയ ആഘോഷമാക്കി. സാധാരണ നമുക്കറിയാം, ടൂർ പോകുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുക ഏറ്റവും നല്ല മനോഹരമായ ബസ്, ഏറ്റവും ലൈറ്റും പാട്ടും സൗണ്ടും ഒക്കെയുള്ള വണ്ടിയായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ആവശ്യപ്പെടുക. അപ്പോൾ KSRTCയും അത്രയൊന്നും ഇല്ലെങ്കിൽ കൂടി ബജറ്റ് ഫ്രണ്ട്ലി ആയി, അതേസമയം ആഘോഷങ്ങൾക്കൊന്നും ഒട്ടും കുറവില്ലാതെ കുട്ടികളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് ഈ ബജറ്റ് ടൂറിസം സംഘടിപ്പിക്കുന്ന ഒന്നാണ്. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല ഈ പറയുന്ന ഭക്ഷണമടക്കം, കുട്ടികളുടെ ഭക്ഷണം, ഒപ്പം തന്നെ ഈ പറയുന്ന സ്ഥലത്തേക്കുള്ള എൻട്രി ഫീസ് അടക്കം KSRTCയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ചിലവാക്കുന്നത്. അപ്പം അവർ വലിയ പണവും ഇതിൽ വാങ്ങുന്നില്ല എന്നതാണ്. അതായത് സാധാരണ നമുക്കറിയാം, ഒരു ടൂറിസ്റ്റ് പ്രൈവറ്റ് ആണെങ്കിൽ അതിന് വലിയ തുക ഈടാക്കും. പക്ഷേ ഇത് ചെറിയ തുകയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുവരാൻ കഴിയുന്ന ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു പദ്ധതിയാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് കോളേജ് സ്കൂൾ കുട്ടികളിലേക്കും കൂടി വ്യാപിച്ചു എന്ന് പറയുമ്പോൾ അത് KSRTC സംബന്ധിച്ചിടത്തോളം അവർ വരുമാനത്തിൽ മാത്രമല്ല KSRTCയുടെ ആകെ ഒരു നെഗറ്റീവ് വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം ഉള്ള ഒരു കാര്യം കൂടിയായത് മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, എന്തായാലും കുട്ടികൾ ആവേശത്തോടെ സ്വീകരിച്ചതുപോലെ കൂടുതൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ KSRTCയുടെ ഈ ഒരു ചെറിയ ടൂർ പാക്കേജിനെ ഉപയോഗപ്പെടുത്തട്ടെ. അങ്ങനെ KSRTCക്ക് ഒരു വരുമാനം കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണല്ലോ. അപ്പോൾ ശരി ഫെലിക്സ്, കാണാം.